നമസ്തേ. ഇന്ന് നമ്മൾ നോക്കുന്നത് എൻ്റെ വ്യൂവേഴ്സിലെ ചിലരുടെയെങ്കിലും എനർജി എന്താണെന്നും അവരെന്താ ശ്രദ്ധിക്കേണ്ടതെന്നും അവർക്ക് അങ്ങനെയാണെങ്കിൽ എന്ത് കിട്ടും എന്നുള്ള കാര്യങ്ങളാണ് നോക്കുന്നത്. ഫസ്റ്റ് വന്നിട്ട് പേജ് ഓഫ് വാണ്ട്സ് എന്ന് പറഞ്ഞൊരു കാർഡാണ്. പേജ് ഓഫ് വാണ്ട്സ് പറയുന്നത് നിങ്ങൾക്ക് പുതിയതായിട്ട് എന്തെങ്കിലും ആരംഭിക്കാനുള്ള ഒരു സൂചന കിട്ടിയതുപോലെ ഒരു പ്രതീക്ഷയോടെ നോക്കുന്നതായിട്ടാണ് കാണുന്നത്. അറിയപ്പെടാത്ത മേഖലകൾ പര്യവേഷണം നടത്താനോ അല്ലെങ്കിൽ പുതിയൊരു സംരംഭം ആരംഭിക്കാനോ ഒക്കെയുള്ളൊരു പ്രചോദനം കിട്ടിയ വ്യക്തികളായിട്ടാണ് കാണിക്കുന്നത്. അപ്പം നിങ്ങൾക്കത് ഇതെങ്ങനെ ചെയ്യണം അങ്ങനെ പല ആശയങ്ങളോടുകൂടി ശ്രദ്ധിച്ച് നോക്കുന്ന ഒരു വളരെ ഊർജ്ജസ്വലമായിട്ടാണ് നിങ്ങളുടെ ആലോചന. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്താ ശ്രദ്ധിക്കേണ്ടതെന്നാണ് ചോദിക്കുന്നത്. നമ്മൾ പുതിയൊരു കാര്യം തുടങ്ങുമ്പോൾ എന്തെങ്കിലും പലതും ആരംഭിക്കുമ്പോൾ പ്രതിബന്ധങ്ങളും പലവിധ പ്രശ്നങ്ങൾ നേരിടും. എല്ലാം ഒരു കാര്യവും അനായാസമായിട്ടായിരിക്കില്ല മുന്നോട്ട് പോകുന്നത്. ഇത് നിങ്ങളുടെ സ്വന്തം പാഷനാണെങ്കിൽ, അതായത് അത് ആ പ്രവൃത്തി ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു വളരെയധികം സന്തോഷമാണ്. ഞാനിത് ചെയ്തു, എനിക്കിത് ചെയ്യാൻ സാധിച്ചു, ഞാനത് നേടി എന്നൊരു ഒരു ഒരു അത്തരത്തിലുള്ളൊരു ഫീല് നമുക്ക് വരും. അതേസമയം നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കത് ആ ഒരു ഊർജ്ജം കിട്ടുന്നില്ലെങ്കിൽ അത് നമ്മൾ വെറുതെ മറ്റാരെങ്കിലും ചെയ്യുന്നത് കണ്ടിട്ട് ചെയ്യാൻ തോന്നുന്നതായിരിക്കും. അവർക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടിയപ്പോൾ എനിക്കും അതുപോലെ ചെയ്താൽ കൊള്ളാം എന്നുള്ളത് ആയിരിക്കും വരുന്നത്. പക്ഷേ അങ്ങനെയല്ല. നിങ്ങളുടെ സ്വന്തം പാഷനാണെങ്കിൽ ഇത് നോക്കിയാൽ കാണാം. ഒരു സിംഹത്തെ വളരെ കരുതലോടെ ഒരു കീഴ്പ്പെടുത്തുന്ന ഒരു രീതിയാണ്. അതായത് നിങ്ങൾ ആ തടസ്സങ്ങളെ അനായാസമായിട്ട് കൈകാര്യം ചെയ്യാൻ നിങ്ങൾക്ക് തോന്നും. അത് എത്ര കഠിനമാണെങ്കിലും നിങ്ങൾക്ക് അതിൽ ബുദ്ധിമുട്ട് തോന്നില്ല. കാരണം അത് നിങ്ങളുടെ സ്വന്തം പാഷനാണ്. അത് ചെയ്ത് കിട്ടുമ്പോഴാണ് നിങ്ങൾക്കൊരു സ്വയം അഭിമാനവും സന്തോഷവും നിർവൃതിയൊക്കെ തോന്നുന്നത്. അത്തരത്തിലായിരിക്കണം കാര്യങ്ങൾ. അപ്പം നിങ്ങൾക്ക് കിട്ടിയ പാഷൻ നിങ്ങളുടെ സ്വന്തം പാഷനാണോ എന്നുള്ളൊരു തിരിച്ചറിവിന് വേണ്ടിയിട്ടാണ് ഈ കാർഡ് വന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും റിസൾട്ട്? നിങ്ങൾ ഉദ്ദേശിച്ച രീതിയിലുള്ള ഏത് തരം റിസൾട്ടാണെങ്കിലും, ഇപ്പോൾ സാമ്പത്തികം തന്നെ ആവണമെന്നില്ല, എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആ കാര്യം, അങ്ങനെയാണെങ്കിൽ അത് റിസൾട്ട് ഓറിയൻറ്റഡ് ആണ്. അത് നിങ്ങൾക്ക് 100% റിസൾട്ട് കിട്ടുന്നുള്ള ഒരു അഷ്വറൻസാണ് ഈ കാർഡ് തരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ ആ ചിന്ത, ആ ആവേശം സ്വന്തം പാഷനാണോ എന്ന് തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കാനാണ് ഈ കാർഡ് നൽകുന്ന നിർദ്ദേശം. ഇത് ഒരു ജനറൽ റീഡിംഗ് ആണ്. നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക്, ഒരു കമൻറ്റ്, എനിക്കിത് എൻ്റെ കാര്യങ്ങളുമായിട്ട് ഇത് റെസനേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഇത് എൻ്റെ കാര്യമാണ് പറഞ്ഞത് എന്നൊരു കമൻറ്റ് ചെയ്യുക. താങ്ക് യു വെരി മച്ച്.